ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് സ്കൂൾ യൂണിഫോം തയ്പ്പിക്കുന്ന സ്കൂൾ അധികൃതരുടെ നടപടി അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ AKTA യൂണിവേഴ്സിറ്റി ഏരിയ സമ്മേളനം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. വിവിധയിടങ്ങളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അധ്യാപകരും അനധ്യാപകരും ചേർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് യൂണിഫോം തയ്പ്പിച്ച് സ്വയം ലാഭം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടുവരുന്നത്. ഈ പ്രവണത തയ്യൽ മേഖലയിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നവർക്ക് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി നേതാക്കൾ പരാതി ഉന്നയിച്ചു. തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ദേശീയപാത കോഹിനൂർ ഭാഗത്ത് നാടിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് കെ കുഞ്ഞിക്കുട്ടൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. AKTA ജില്ലാ പ്രസിഡന്റ് PD സണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ മക്കൾക്ക് ഉയർന്നു വരാൻ സാധിച്ചത് തൊഴിലാളി വർഗം സംഘടിച്ച് അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന നീതി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുടെ ചരിത്രം ആണ് എന്ന് നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സംഘടനയുടെ 43 വർഷക്കാലത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ സംഘടിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നും കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി വന്നവരല്ല ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തവരും ഈ സംഘടനയിൽ അണിനിരന്നവരും. അവരെല്ലാം നടത്തിയിട്ടുള്ള വലിയ പ്രക്ഷോഭ സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ സംഘടനക്കകത്ത് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ട് എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചത്. ആ കിട്ടാനുള്ളത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻകാല പ്രവർത്തകർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളോടൊപ്പം ഇത് നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിലെ മറ്റ് തൊഴിലാളി സംഘടനകളെ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ട് നടക്കുന്ന തൊഴിലാളി പ്രസ്ഥാനമല്ല നമ്മുടെ സംഘടന. അവർക്ക് സംഘടിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടു നടക്കുമ്പോൾ അവർക്ക് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. അവർക്ക് അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പടക്കമുള്ള പ്രക്രിയകളിൽ ഇവരുടെ വോട്ട് വേണം. അതുകൊണ്ട് അവരെ അതിനുവേണ്ടി സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കാണുന്നതെങ്കിൽ ഈ സംഘടനയിൽ പ്രവർത്തിച്ചതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന 10,000-കണക്കായിട്ടുള്ള പ്രവർത്തകർ അവരൊന്നും തന്നെ ഇതിൽ നിന്ന് പ്രത്യേകമായി എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയല്ല, മറിച്ച് എല്ലാ തയ്യൽ തൊഴിലാളിക്കും എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ ഒരു ഭാഗമായ ഒരു നേട്ടം എനിക്കും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തമായി ഇതിനൊന്നും വേണ്ടി പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ആളുകളെ അല്പം എനിക്കുള്ള അറിവും എനിക്കുള്ള കഴിവും എന്റെ മനസ്സും ഉപയോഗപ്പെടുത്തി അവരെ അല്പം സഹായിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ സംഘടന നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കെ കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി, കെ ബാലഗോപാലൻ പ്രവർത്തന റിപ്പോർട്ടും KP പ്രഹ്ലാദൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ KP സുന്ദരൻ, ജോയിന്റ് സെക്രട്ടറി KP രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം P പൗർണമി, V വൃഷധകുമാർ, E ബിന്ദു, G മോളി എന്നിവർ സംസാരിച്ചു. ജില്ലാ ഓഫീസിലെ കമ്പ്യൂട്ടർ വൽക്കരണവുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം നടത്തിയതിന് സംസ്ഥാന കമ്മിറ്റിയുടെ അവാർഡ് ലഭിച്ച KP സുന്ദരനെ വേദിയിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി കെ കുഞ്ഞിക്കുട്ടൻ, സെക്രട്ടറിയായി കെ ബാലഗോപാലൻ, ട്രഷററായി KP പ്രഹ്ലാദൻ എന്നിവരെ തിരഞ്ഞെടുത്തു.